എല്ലാ ദിവസവും രാവിലെ നോക്കും മഴ ആണെങ്കിൽ ഇന്ന് നല്ല വെയിലുണ്ട്, എങ്ങോട്ടോ ഒന്ന് പോകാൻ പുതിയായി. അങ്ങനെ റാഷിനെ വിളിച്ച് പോകാനുള്ള സ്ഥലമൊക്കെ സെറ്റാക്കി വണ്ടി എടുത്ത് നേരെ വിട്ടു. നമ്മളെ സ്വന്തം പറഞ്ഞോട് അങ്ങാടിയിൽ റാഷിനെ കാത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ സൂര്യൻ നമ്മളെ നോക്കി കൊഞ്ഞനം കുത്തുന്നത്. കുറച്ചേരം വെയിലടിച്ചപ്പോഴത്തേക്കും സൂര്യൻ അത്രയും അഹങ്കാരോ. എന്തായാലും ഞങ്ങൾ രണ്ടും കൂടി ബൈക്ക് എടുത്ത് നേരെ വിട്ട് നേരെ പോകുന്നത് തുഷാരഗിരിക്കാണ്. പോകുന്ന വഴിക്ക് നോളജ് സിറ്റി ഇങ്ങനെ കാണാൻ പറ്റും. അങ്ങനെ ഏകദേശം 2 കിലോമീറ്റർ ആയപ്പോഴത്തേക്കും നമ്മൾ സ്പോട്ടിലെത്തി. ഇതാണ് നമ്മൾ തുഷാരഗിരി പാലം. താഴെ ഒഴുകുന്നതാണ് ചാലിപ്പുഴ. ഇന്ന് മഴ പെയ്യാത്തത് കൊണ്ട് വെള്ളം നല്ല കണ്ണാടി പോലെ ഒഴുകുന്നു. പാലത്തിന് ഏത് ഭാഗത്തേക്ക് നോക്കിയാലും ഒടുക്കത്തെ വ്യൂ ആണ്. മഴ കൂടുന്ന സമയത്ത് ഇതിൽ വരുന്ന വെള്ളത്തിന് ഒരു കയ്യും കണക്കൂല. ഈ മരം ഞാൻ കാണുന്ന കാലം തൊട്ട് ആടെ തന്നെ ഉണ്ട്. എന്നാലും ഇഞ്ചാതി വെള്ളം വരുമ്പോൾ എങ്ങനെ ഈ മരം അവിടെ പിടിച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാകും. പണ്ട് കാലത്ത് വള്ളി തൂങ്ങി പോകുന്നതൊക്കെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ട് ഇവിടെ വർക്ക് ചെയ്യാത്ത സിപ്പ് ലൈനും കാണുന്നുണ്ട്. ഈ ഒരു ബോർഡ് ഉണ്ടപ്പോൾ തന്നെ ഇവിടെ വെള്ളത്തിൽ ഇറങ്ങി കുളിക്കാനുള്ള എല്ലാ പൂതിയും തീർന്നു. കണ്ടില്ലേ, ഗേറ്റ് വരെ പൂട്ടിയിട്ടിരിക്കുന്നത്. അങ്ങനെ എന്തായാലും ഞങ്ങൾ അകത്തേക്ക് കയറി. ഇവിടെ DTPCന്റെ ഒരു ഓഫീസൊക്കെ കാണുന്നുണ്ട്. അതിന്റെ മുമ്പുള്ള പാർക്കിങ്ങിലുള്ള വണ്ടിയൊക്കെ ഇവിടുന്ന് എങ്ങോട്ട് നോക്കിയാലും അടിപൊളി വ്യൂ ആണ്. പോകുന്ന വഴിക്ക് കുറെ റൂമുകളും കോട്ടേജുകളും ഒക്കെ കാണാനുണ്ട്. ഇതൊന്നും അടുത്ത കാലത്ത് ആരും ഉപയോഗിച്ചാൽ എനിക്ക് തോന്നുന്നു. കുറെ കാലം ഈ ചക്ക അവിടെ തൂങ്ങി കിടക്കുന്നത്. ഇത് മൂക്കുന്നില്ല പകുന്നില്ല, വല്ലാത്ത ജാതി ചക്ക തന്നെ. ഇനി നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാം. രണ്ടാളെയും പേരും അഡ്രസ്സൊക്കെ കൊടുത്ത് പൈസയും കൊടുത്തപ്പോൾ സ്ലിപ്പ് തന്നു 80 രൂപ. അത് പിന്നെ വേറൊരാൾ വാങ്ങി പകുതി കീറി തന്നു. ഓരോ ആചാരങ്ങളെ ഇവിടെ ഉണ്ട്. വേസ്റ്റ് ഇടാൻ വെക്കുന്ന ഒരു ബക്കറ്റ് എടുത്ത് വെള്ളം പിടിക്കുന്നു. ഇവിടെ എന്തൊക്കെ നടക്കുന്നത്. സിമെന്റ് ഉണ്ടാക്കി മരത്തിന്റെ പാലത്തിന്റെ മുകളിൽ ഇങ്ങനെ പോകുമ്പോൾ കാണാം മഴക്കാലത്ത് മാത്രം പ്രത്യക്ഷപ്പെടുന്ന ചെറിയൊരു വെള്ളച്ചാട്ടം. ഈ വഴി മൊത്തം അടിച്ച് വൃത്തിയാക്കി ഫുൾ ക്രെഡിറ്റ് ഈ ചേച്ചിമാർക്കാണ്. അങ്ങനെ എന്തായാലും ഞങ്ങൾ നടന്ന് ഇങ്ങനെ വെള്ളച്ചാട്ടത്തിന് അടുത്തെത്തി. സത്യം പറഞ്ഞാൽ അവിടെ 3 വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും കാണാൻ രസമുള്ളതും ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നതും ഈ ഒരു വെള്ളച്ചാട്ടമാണ്. കാരണം അടുത്ത വെള്ളച്ചാട്ടത്തിലേക്ക് 1/2 കിലോമീറ്റർ, അതിന്റെ അടുത്തേക്ക് 1 കിലോമീറ്റർ നടന്നു പോകാൻ. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് അത് 2 ക്ലോസ്. സംഭവം കാണാൻ രസമുള്ളതുകൊണ്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കി നിന്നാൽ ഇത് സമയം പോകുന്ന തന്നെ അറിയില്ല. അവിടെ ഇങ്ങനെ മുമ്പോട്ട് വരുമ്പോൾ ഇരുമ്പിലുണ്ടാക്കിയ ഒരു കിടിലൻ ഒരു തൂക്കുവാലുണ്ട്. ഇവിടെ നിന്നാൽ വെള്ളച്ചാട്ടത്തിന്റെ അടിപൊളി വ്യൂ കാണാൻ പറ്റും. വേനൽക്കാലാണെങ്കിൽ ആ വെള്ളച്ചാട്ടത്തിന്റെ അടിയിൽ പോയി നമുക്ക് കുളിക്കാൻ പറ്റും. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് അതും പറ്റില്ല. അതുകൊണ്ട് ഫസ്റ്റ് കണ്ട വെള്ളച്ചാട്ടത്തിന്റെ അടിയിൽ പോയി നമ്മൾ നേരെ വിട്ട്.